എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമുക്ക് വളരെ എളുപ്പത്തിലും രുചികരമായിട്ടും തനി നാടൻ രീതിയിൽ നല്ലൊരു കക്കയിറച്ചി റോസ്റ്റ് തയ്യാറാക്കാം. ഇത് നമ്മുടെ അമ്മമാരൊക്കെ നമ്മളെ പഠിപ്പിച്ച ഒരു പാചക രീതിയാണ് ഇന്ന് നിങ്ങൾക്ക് വേണ്ടിയിട്ട് കാണിച്ചു തരുന്നത്. എല്ലാവർക്കും വളരെ ഇഷ്ടത്തോടുകൂടി കഴിക്കാൻ പറ്റുന്നതും അതുപോലെ നമ്മുടെ ഈ ഒരു റെസിപ്പി അജിൻസാമ് ഒരുപാട് നാളായിട്ടുണ്ട് എന്നോട് ആവശ്യപ്പെടുന്നു. അപ്പോൾ ആ ഒരു അജിൻസാമിന്റെ ആവശ്യപ്രകാരമാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ നമുക്കുടൻ തന്നെ നമ്മുടെ വീഡിയോ കാണാൻ പോവുക. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഈ ഒരു ദിവസത്തിന് ഒരു പ്രത്യേകതയുണ്ട്. നമ്മുടെ വീഡിയോയ്ക്ക് താഴെ നിത്യവും കമന്റ് തരുന്ന നമ്മുടെ കട്ട സപ്പോർട്ടറായിട്ടുള്ള നമ്മുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട ഗീത ചേച്ചിയുടെ ജന്മദിനമാണ്. അപ്പോൾ എല്ലാവർക്കും വേണ്ടിയിട്ട്, ഞാനും നിങ്ങൾക്ക് വേണ്ടിയിട്ടും എനിക്ക് വേണ്ടിയിട്ടും നമുക്ക് എല്ലാവർക്കും വേണ്ടിയിട്ടും നമ്മുടെ ഗീത ചേച്ചിക്ക് ജന്മദിന ആശംസകൾ അറിയിക്കുവാണ്. അതുപോലെ തന്നെ എൻ്റെ എല്ലാ കൂട്ടുകാരുടെയും ജന്മദിനം എന്നോട് അറിയിക്കുവാണെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ ഇതുപോലെ ഒന്ന് നമ്മുടെ വീഡിയോയിൽ ഉൾപ്പെടുത്താം. അതുപോലെ നിങ്ങളൊരു ഫോട്ടോസ് കൂടി തരുവാണെങ്കിൽ ഞാനൊരു പോസ്റ്റും ഇട്ട് നമ്മുടെ ഈ ഒരു ഫാമിലിയിലെ മെമ്പേഴ്സിൻ്റെ ഇതുപോലുള്ള പിറന്നാളൊക്കെ നമുക്ക് മറ്റുള്ള ആൾക്കാരെയും കൂടെ കാണിക്കാൻ എനിക്ക് പറ്റുകയും ചെയ്യും. അപ്പോൾ നിങ്ങളെല്ലാവരെയും നമുക്കൊന്ന് കാണാനും പറ്റും. അപ്പോൾ എല്ലാവർക്കും വളരെ സന്തോഷം തരുന്ന ഈ ഒരു ദിവസത്തിൽ നമുക്കിന്ന് നമ്മുടെ വീഡിയോ കാണാൻ പോകാം. അങ്ങനെ നമുക്ക് കക്കയിറച്ചി റോസ്റ്റ് തയ്യാറാക്കി എടുക്കാം. ഇതിനായിട്ട് 1/2 കിലോ അളവിൽ കക്കയിറച്ചി, ഇതിന്റെ വലിയ കക്കയിറച്ചിയുടെ ഉൾഭാഗത്ത് നിന്നെല്ലാം അഴുക്ക് നീക്കം ചെയ്തിട്ടുണ്ട്. ബാക്കി ചെറുതിന്റെ ഒന്നും ഉള്ളിൽ നിന്ന് എടുത്ത് കളഞ്ഞിട്ടില്ല. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ചെറുതൊക്കെ കളയാൻ താല്പര്യമാണെങ്കിൽ എടുത്ത് കളയാവുന്നതാണ്. അപ്പോൾ ഇനി നമുക്ക് കക്കയിറച്ചി റോസ്റ്റിന് ചെയ്യുന്നതിന് മുമ്പായിട്ട് തന്നെ നമുക്ക് ഈ കക്കയിറച്ചി ഒന്ന് വേവിച്ചെടുക്കാം. ഇത് നമുക്ക് കക്കയിറച്ചി ഒന്ന് വേവിച്ചെടുക്കാം. അതിനായിട്ട് ഒരു പാനിലേക്ക് 1 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം. നമുക്ക് ഈ വെള്ളത്തിലേക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന കക്കയിറച്ചിയും കൂടെ ചേർക്കാം. കക്കയിറച്ചി ഒന്ന് ഇളക്കി യോജിപ്പിച്ചു കൊടുക്കാം. അതിനുശേഷം മൂടി വെച്ച് വേവിച്ചെടുക്കാം. 3 മിനിറ്റ് കൊണ്ട് തന്നെ കക്കയിറച്ചി വെന്ത് കിട്ടും. അങ്ങനെ നമ്മുടെ കക്കയിറച്ചി ഇവിടെ തിളച്ചു തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് മൂടി ഒന്ന് തുറന്ന് നോക്കാം. നല്ല പോലെ വെള്ളത്തോടു കൂടി തന്നെയാണ് തിളച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി നമുക്ക് എന്ത് ചെയ്യണം, ഫ്ലെയിം അങ്ങ് സിമ്മിലേക്ക് വെച്ചു കൊടുക്കാം. ഇനി കക്കയിറച്ചി വെന്ത് വന്നിട്ട് നമുക്ക് ഈ വെള്ളത്തിൽ നിന്നൊന്ന് ഊറ്റി മാറ്റണം. ഇപ്പൊ നമ്മുടെ കക്കയിറച്ചി ഇവിടെ നമ്മൾ വേവിച്ചെടുത്തിട്ടുണ്ട്. ഉടൻ തന്നെ നമുക്കിതൊന്ന് കോരി മാറ്റാം. കാരണം കക്കയിറച്ചിയിൽ ധാരാളം മണ്ണുണ്ടാകും. അപ്പോൾ നമുക്ക് ഈ ഒരു അരിപ്പക്കയിൽ വെച്ചിട്ട് ഇത് കോരി മാറ്റുവാണെങ്കിൽ വെള്ളമെല്ലാം താഴെ ഊറി നിൽക്കും. അപ്പോൾ അതിലുണ്ടായിരുന്ന ആ മണ്ണും താഴേക്ക് തന്നെ നമുക്ക് കിട്ടുന്നതാണ്. കോരി മാറ്റുമ്പോൾ ദേ അടിയിൽ ഒന്നും മുട്ടാതെ വേണം കേട്ടോ കോരി മാറ്റാനായിട്ട്. മറ്റൊരു പ്ലേറ്റിലേക്ക് കക്കയിറച്ചി ഒന്ന് മാറ്റുവാണ്. കൊളസ്ട്രോളുള്ള ആൾക്കാരൊന്നും കഴിക്കണ്ട കേട്ടോ. ഉച്ചയ്ക്ക് കാൽസ്യം വളരെ കൂടുതലാണ്. നമ്മുടെ തലമുടി വളർച്ചയ്ക്കും കണ്ണിൻ്റെ ആരോഗ്യത്തിനും അതുപോലെ തന്നെ നമ്മുടെ വായിലൊക്കെ ചെറിയതായിട്ട് തൊലിയെല്ലാം പോകില്ലേ, അങ്ങനെയുള്ള അസുഖങ്ങൾക്കൊക്കെ കക്കയിറച്ചി വേവിച്ച് കഴിക്കുന്നത് വളരെ ഉത്തമമാണ്. വീട്ടിൽ ഓപ്പറേഷനൊക്കെ കഴിഞ്ഞിരിക്കുന്ന ആൾക്കാർക്ക് വ്രണങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവരുടെ ആ ഒരു വ്രണങ്ങൾ പെട്ടെന്ന് തന്നെ കരിഞ്ഞു കിട്ടാനും ഈ ഒരു കക്കയിറച്ചി ഇതുപോലെയൊക്കെ തയ്യാറാക്കി കൊടുക്കുന്നത് നല്ലതാണ്. ഈ ഒരു രീതിയിലല്ലെങ്കിലും മറ്റേത് രീതിയിലും നിങ്ങൾക്ക് കക്കയിറച്ചി അവർക്ക് കൊടുക്കുന്നത് ഏറ്റവും വളരെ ഉത്തമമാണ്. മുറിവ് പെട്ടെന്ന് ഒക്കെ ഉണങ്ങാനും സഹായിക്കും. അപ്പോൾ കക്കയിറച്ചി നമ്മൾ ഊറ്റി മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ വെള്ളം കളയേണ്ട ആവശ്യമില്ല. ഇതുപോലെ മറ്റൊരു പാത്രത്തിലേക്ക് ഒഴിച്ചൊന്ന് മാറ്റി വെക്കാം. അപ്പോഴേക്ക് ഇതിൽ ധാരാളം മണ്ണ് വന്നിട്ടുള്ളത് നിങ്ങൾക്ക് കാണിച്ചു തരാം. വീഡിയോയിൽ കറക്റ്റായിട്ട് കാണാൻ പറ്റുന്നുണ്ടോ എന്നറിയില്ല. ഇതിൽ ധാരാളം മണ്ണാണ് ഈ അടിഞ്ഞു കൂടിയിരിക്കുന്നത്. നമുക്ക് ഈ പാത്രം കഴുകിയതിന് ശേഷമായിരിക്കണം നമുക്ക് കറി തയ്യാറാക്കാൻ തുടങ്ങേണ്ടതും. ഇറച്ചിയുടെ റോസ്റ്റ് തയ്യാറാക്കാനും വേണ്ടിയിട്ട് ഞാൻ ഇത്രയും ചേരുവകൾ എടുത്തു വെച്ചിട്ട് ആദ്യം തന്നെ നമുക്കൊരു തക്കാളി വേണം. ഇത് കക്കയിറച്ചി നാടൻ രീതിയിൽ പാചകം ചെയ്യുന്നത് കൊണ്ട് ഞാൻ ഒരു 2 പീസ് നാളികേരം ഇതുപോലെ ഒന്ന് കൊത്തിയെടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് ഒരു സവാള, ചെറിയ സവാള മതിയാകും. 3 പച്ചമുളക്, 50 ഗ്രാമോളം കൊച്ചുള്ളി, ഒരു 10-20 ചുള എടുത്തിട്ടുണ്ട്. അതുപോലെ വെളുത്തുള്ളി ഒരു 6 അല്ലി, വലിയതായത് കൊണ്ടിട്ടാണ് ഒരു 6-7 അല്ലി എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി. നമുക്കിതെല്ലാം ഒന്ന് കട്ട് ചെയ്തെടുത്ത് വരാം. വീണ്ടും അതേ പാൻ തന്നെ നല്ലതുപോലെ കഴുകി അടുപ്പിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി പാനൊന്ന് ചൂടായി വരട്ടെ. അപ്പോൾ നമ്മുടെ പാൻ ചൂടായി വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണയൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന് ഒഴിച്ചോളൂ കേട്ടോ. ഞാൻ ഒഴിക്കുന്നത് അല്പം എപ്പോഴും കൂടാറുണ്ട്. കുറച്ച് ഉപയോഗിക്കുന്ന ആൾക്കാർ വെളിച്ചെണ്ണ കുറച്ച് തന്നെ ഉപയോഗിച്ചാൽ മതിയേ. ഇപ്പോൾ നമ്മുടെ എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ കടുക് ചേർത്തൊന്ന് പൊട്ടിച്ചെടുക്കാം. ഇപ്പോൾ നമ്മുടെ കടുക് പൊട്ടി തുടങ്ങിയിട്ടുണ്ട്. കടുക് പൊട്ടിക്കഴിയുമ്പോൾ നമുക്കിതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചെടുത്തിട്ടുള്ളത് ചേർക്കാം. ഇതിന്റെ കൂടെ തന്നെ നമ്മൾ കൊത്തിയെടുത്തിട്ടുള്ള നാളികേരവും കൂടെ ചേർക്കാം. ഇനി കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്തിട്ട് ഇതൊന്ന് നല്ലപോലെ വഴറ്റിയെടുക്കാം. നാളികേരം ഒന്ന് വഴണ്ട് വരുമ്പോഴേക്കും നമുക്കിതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള ഉള്ളിയും സവാളയും കൂടെ ചേർക്കണം. നാളികേരം ചേർക്കാൻ ഇഷ്ടമില്ലെങ്കിൽ നിങ്ങൾ ചേർക്കേണ്ട കേട്ടോ. പക്ഷേ
തന്നെ നാടൻ രീതിയിലുള്ള പാചകമായതുകൊണ്ടാണ് നമ്മൾ നാളികേരമൊക്കെ ചേർത്തിട്ടുള്ളത്. നാളികേരവും വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ ഒന്ന് മുരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഉള്ളി, പച്ചമുളക്, സവാള ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം ഒന്ന് നല്ലതുപോലെ മുരിഞ്ഞ് കിട്ടുന്നത് വരെയും ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി നമുക്ക് ഈ വഴറ്റുന്ന ചേരുവയിലേക്ക് കുറച്ച് ഉപ്പും കൂടി ചേർക്കാം. ഉപ്പും ചേർത്ത് നല്ലതുപോലെ ഒന്ന് മുരിഞ്ഞ് വരുന്നത് വരെയും ഒന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ നമ്മുടെ വഴറ്റുന്ന ചേരുവകളെല്ലാം ഒന്ന് വാടി വന്നിട്ടുണ്ട്, ചെറുതായിട്ടൊക്കെ ഒന്ന് മുരിഞ്ഞ് വന്നിട്ടുണ്ട്. ഈ ഒരു പാകമായാൽ പിന്നെ നമുക്കിതിലേക്ക് കുറച്ച് മസാലപ്പൊടികൾ ചേർക്കാം. ആദ്യം തന്നെ നമുക്കിതിലേക്ക് അല്പം മഞ്ഞൾപ്പൊടി ചേർക്കാം. 1 ടീസ്പൂൺ അളവിലെ കാശ്മീരി മുളക് പൊടി, 1 സ്പൂൺ അളവിലെ ചതച്ച കുരുമുളകും, 1.5 സ്പൂൺ അളവിലെ പെരിഞ്ജീരകവും, 2 ടീസ്പൂൺ അളവിലെ മല്ലിപ്പൊടിയുമാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് ചേർക്കാം. ഞാനിന്ന് ഒരു 1/2 കിലോ കക്കയിറച്ചി റോസ്റ്റിനുള്ള മസാലകളാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. പെരിഞ്ജീരകം ചതച്ചെടുത്തിട്ടുള്ളതാണ് കേട്ടോ. പിന്നെ ഇതെല്ലാം കൂട്ടിച്ചേർത്ത് ഒന്നുകൂടി ഇളക്കി യോജിപ്പിച്ചു കൊടുക്കാം. നിങ്ങൾക്ക് ഇതിലേക്ക് കൂടുതൽ എരിവ് ആവശ്യമാണെങ്കിൽ കുറച്ച് എരിവുള്ള മുളക് പൊടി ചേർക്കാം. പക്ഷെ നമുക്കിപ്പോൾ ആവശ്യത്തിനുള്ള എരിവാണ് ഈ ഒരു റോസ്റ്റിന് ഉണ്ടാവുക. നിങ്ങൾക്കിതിലേക്ക് ഗരം മസാലപ്പൊടി ചേർക്കാൻ താല്പര്യമാണെങ്കിൽ ചേർക്കാം. പക്ഷെ ഞാൻ ചേർക്കുന്നില്ല. ഞാൻ ഈ പെരിഞ്ജീരകവും കുരുമുളകും മാത്രമാണ് ചേർക്കുന്നത്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ കാണിച്ച ഒരു തക്കാളി കട്ട് ചെയ്തിട്ട് ചേർക്കാം. തക്കാളിയും കൂടി ചേർത്തിട്ട് വീണ്ടും നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. അതിനുശേഷം നമ്മൾ ആ കക്കയിറച്ചിയുടെ സ്റ്റോക്ക് നമുക്കിതിലേക്ക് ഈ ഒരു സമയത്ത് ചേർത്ത് കൊടുക്കേണ്ടതാണ്. ഇതിലേക്ക് നമ്മുടെ കക്കയിറച്ചി വെന്ത വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതെല്ലാം കൂട്ടിച്ചേർത്ത് ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഈ ഒരു മസാല എല്ലാം ഒന്ന് വെന്ത് വരാനായിട്ട് നമുക്കൊന്ന് മൂടിയും കൂടെ വെച്ചു കൊടുക്കണം. ചെറിയ തീയിലേക്ക് വെച്ച് കൊടുക്കാം. അതിനുശേഷം ഒന്ന് നല്ല പോലെ ഒന്ന് മസാലയൊക്കെ ഒന്ന് റെഡിയായി വരട്ടെ. 2-3 മിനിറ്റ് നേരം ചെറിയ തീയിൽ വെച്ച് മൂടി വെച്ച് ഈ ഒരു മസാല തുറന്ന് നോക്കിയിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ മസാല ഈ ഒരു രീതിയിലാണ് ഇവിടെ ആയി കിട്ടിയിട്ടുള്ളത്. അടിയിലൊന്നും തന്നെ പിടിച്ചിട്ടില്ല. നല്ല പോലെ തന്നെ മസാലയിൽ എണ്ണയെല്ലാം തെളിഞ്ഞ് പാകായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു സമയത്ത് കക്കയിറച്ചി ചേർക്കാം. ഇനി കക്കയിറച്ചി നമുക്കിതിലേക്ക് ചേർക്കാം. ഇനി നമുക്കിതെല്ലാം കൂട്ടിച്ചേർത്തൊന്ന് ഇളക്കി കൊടുക്കാം. അതിനുശേഷം വീണ്ടും മൂടി വെച്ച് തന്നെ നമുക്കൊന്ന് വേവിച്ചെടുക്കാം. അതിനുശേഷം ഒരു 2 മിനിറ്റ് നേരം മൂടി വെച്ചിട്ട് വീണ്ടും മൂടി തുറന്നിട്ട് വേണം നമുക്ക് ഇതൊന്നൊന്ന് റോസ്റ്റാക്കി എടുക്കാനായിട്ട്. ഇനി നമുക്കൊന്ന് മൂടിയും കൂടെ വെച്ച് കൊടുക്കാം. അപ്പോൾ 2 മിനിറ്റ് നേരം മൂടി വെച്ച് കക്കയിറച്ചി നമുക്കൊന്ന് തുറന്ന് നോക്കിയിട്ട് ഇതുപോലെ ഒന്ന് അടിച്ചേർത്തൊന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പം നമ്മൾ കക്കയിറച്ചിയിലുണ്ടായിരുന്ന വെള്ളം മുഴുവനും ഒന്ന് വറ്റി വന്നിട്ടുണ്ട്. വീണ്ടും ഇതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഒന്നുകൂടെ മൂടി വെച്ച് വേവിച്ചെടുക്കാം. ഇറച്ചി ഒന്നും കൂടെ വെള്ളമെല്ലാം വറ്റി ഇതേ ഒരു പാകത്തിലേക്കായി വന്നിട്ടുണ്ട്. നമുക്കൊന്നും കൂടെ ഡ്രൈ ആക്കണമെങ്കിൽ ഡ്രൈ ആക്കി എടുക്കാം. അല്ലെങ്കിൽ ഈ ഒരു സമയത്ത് ഫ്ലെയിം ഓഫ് ചെയ്യാവുന്നതാണ്. ഞാനിപ്പോൾ ഒന്നും കൂടെ കക്കയിറച്ചി ഒന്ന് മുരിയിച്ചാണ് എടുക്കുന്നത്. നമുക്കൊന്ന് ചെറിയ തീയിലൊന്ന് തുറന്ന് വെച്ച് തന്നെ ഫ്രൈ ആക്കി എടുക്കാം. അപ്പോൾ നമ്മുടെ കക്കയിറച്ചി ഇപ്പോൾ നല്ല പോലെ പൊട്ടിയൊക്കെ തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്കിതുപോലെ ഒന്ന് മറിച്ചൊക്കെ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ എല്ലാ ഭാഗവും ഒരേപോലെ തന്നെ മുരിഞ്ഞ് കിട്ടും. നമ്മൾ ഈ ഉള്ളിൽ നിന്നൊക്കെ നെക്കിക്കളഞ്ഞത് കൊണ്ടാണ് ഇതുപോലെ ഒന്ന് കുഴഞ്ഞിരിക്കുന്നത്. നിങ്ങളിപ്പോൾ ഉള്ളിൽ നിന്നൊക്കെ നെക്കിക്കളഞ്ഞില്ലെങ്കിൽ നല്ല വീർപ്പായിട്ട് തന്നെ ഇരിക്കും കേട്ടോ. കക്കയിറച്ചി ഇവിടെ വളരെ എളുപ്പത്തിൽ തന്നെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഞാനിവിടെ ചെറിയ തീയിൽ വെച്ചിട്ടാണ് ഈ ഒരു കക്കയിറച്ചി റോസ്റ്റ് തയ്യാറാക്കി എടുത്തിട്ടുള്ളത്. ഫുൾ ഫ്ലെയിമൊക്കെ വെച്ച് കൊടുക്കുകയാണെങ്കിൽ വളരെ എളുപ്പത്തിൽ തന്നെ നിങ്ങൾക്ക് തയ്യാറാക്കാനും പറ്റും. നമ്മൾ ഉണ്ടാക്കുന്ന ഭക്ഷണത്തിന് രുചി കൂടുതൽ കിട്ടണമെങ്കിൽ ചെറിയ ഫ്ലെയിം വെച്ച് തന്നെ പാചകം ചെയ്തെടുക്കണം. അപ്പോൾ ഇത്രയും ആയപ്പോൾ നമ്മുടെ കക്കയിറച്ചി റോസ്റ്റ് ഇവിടെ റെഡിയാണ്. നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പില കൈകൊണ്ട് ഇതുപോലെ ഒന്ന് കീറിയതിന് ശേഷം ഇതിലേക്കൊന്ന് ചേർക്കാം. അതിനുശേഷം നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ചിട്ട് ഒരു സെർവിങ് ബൗളിലേക്ക് ഒന്ന് മാറ്റാം. നമ്മുടെ കക്കയിറച്ചി ഒരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റുക. അപ്പോൾ നമ്മുടെ വളരെ രുചികരമായിട്ടുള്ള തനി നാടൻ രീതിയിൽ തയ്യാറാക്കി എടുത്തിട്ടുള്ള കക്കയിറച്ചി റോസ്റ്റ് ഇവിടെ റെഡിയാണ്. എല്ലാവരും ഇതേ രീതിയിൽ ഒന്ന് തയ്യാറാക്കി നോക്കണം. തയ്യാറാക്കി നോക്കുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് ഫോളോ ചെയ്യാൻ മറക്കരുത്. അതുപോലെ വീഡിയോ കുറിച്ചുള്ള അഭിപ്രായങ്ങളെല്ലാം കമന്റ്സ് ആയിട്ട് അറിയിക്കാനും മറക്കരുത്. ആദ്യമായിട്ട് നമ്മുടെ വീഡിയോസ് കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ ഫോളോ ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ചാനൽ ഫോളോ ചെയ്ത് നമ്മുടെ ഫാമിലിയിൽ മെമ്പർ ആകാനും മറക്കരുത്. അപ്പോൾ ഇനി ഇതുപോലുള്ള നല്ല നല്ല വീഡിയോസ് ഒക്കെ ആയിട്ട് ഞാൻ നാളെ ഓടിയെത്തുന്നതാണ്. അതുവരെ ഒത്തിരി സ്നേഹത്തോടെ വീണ്ടും കാണാം. അപ്പൊ നമുക്ക് കുറച്ച് കക്കയിറച്ചി ഒന്ന് ടേസ്റ്റ് കൂടെ നോക്കാം. നല്ലതാണ് കേട്ടോ. എല്ലാവർക്കും ഇഷ്ടപ്പെടും. നല്ല സ്വാദുണ്ട്. ആവശ്യത്തിനുള്ള ഉപ്പും എരിവും പുളിയൊക്കെ ഉണ്ട്. അപ്പൊ എല്ലാവരും ഈ ഒരു രീതിയിൽ ഒന്ന് തയ്യാറാക്കി നോക്കണം കേട്ടോ.